ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ക്ലീനിങ് വീഡിയോ ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ക്ലീനിങ് ആയിരുന്നു. ഇനിയും പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതിപ്പം ക്ലീനിങ് രാവിലെ തൊട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് തുടങ്ങിയതാണ്. തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എടുത്ത വീഡിയോ ആണിത്. അപ്പം സ്ക്രീനൊക്കെ അഴിച്ച് ബാക്കി ഫോട്ടോസ് അതൊക്കെ തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. മുകളിൽ കുറേ ഡസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഫോൾ സീലിങ്ങിൽ കുറേ ഡസ്റ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ ക്ലീൻ ചെയ്തു. ഫോട്ടോസ് തുടയ്ക്കൽ, പിന്നെ അടിച്ചു വാരൽ, ഫാൻ തുടയ്ക്കൽ, അങ്ങനെ കുറേ പണികളുണ്ടായിരുന്നു. അടിച്ചൊരു വയ്യണ്ടായി. പിന്നെ ഭയങ്കര പൊടിയല്ലേ, എവിടെ നിന്നൊക്കെ ഈ പൊടികൾ വരുന്നതെന്ന് തന്നെ അറിയില്ല. എന്തോരം അടിച്ചു വാരിയിട്ട് പൊടി പോണേയില്ല. അടിച്ചു വാരി വീണ്ടും പൊടി അങ്ങനെ ഒരു വഴിയായി ഇന്ന്. ഇനിയും പണികളൊന്നും ശരിക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഹസ്ബൻഡായിട്ട് മെയിനായിട്ട് ഇൻട്രസ്റ്റ് എടുത്ത് തുടങ്ങിയതാണ്, രാവിലെ തൊട്ട് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് പകുതിയായപ്പോൾ എൻ്റെ മോനും സഹായിക്കാൻ വന്നു. അപ്പോൾ മോൻ വന്നിട്ട് ജവമാല തുടയ്ക്കലും അവൻ്റെ ട്രോഫീസൊക്കെ തുടയ്ക്കലും വേറെ സ്ക്രീൻ മാറ്റി അപ്പോൾ അത് ഇടാനായിട്ട് ഹെൽപ്പ് ചെയ്യലും അങ്ങനെ. പിന്നെ ഇതിപ്പോൾ ഈ വീഡിയോ എടുത്തത് അവനാണ്, മോനാണ്. അപ്പോൾ അങ്ങനെ അവനെക്കൊണ്ട് ചില ഉപകാരമൊക്കെ ഉണ്ടായി. അങ്ങനെ എന്താ പറയുക, അടിച്ചു വാരലാണ് മെയിനായിരുന്നു എൻ്റെ പണിയായിരുന്നത്. അത് അങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരുന്നു. പിന്നെ അതിനുശേഷം ഇനി നാളത്തേക്കുള്ള ഒരു പരിപാടി ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വന്നിട്ട് ഇടയ്ക്കൊക്കെ എന്തോ ഒരു ക്ലീനിങ് ഉണ്ടാവുള്ളൂ. എല്ലാം എടുത്ത് ഫോട്ടോസൊക്കെ തുടക്കലൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം അത് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വയ്യാണ്ടാവും, ഭയങ്കര വേർത്തൊഴുകി അങ്ങനെ. പിന്നെ ഭയങ്കര പൊടിയല്ലേ, അതിൻ്റെ ഒരു അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് ക്ലീൻ ചെയ്ത് ഒരുവിധം കഴിയാറായപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ സ്ക്രീനൊക്കെ മാറ്റി ഫോട്ടോസൊക്കെ തുടച്ചൊക്കെ എടുത്ത് വെച്ചു. ഫാൻ തുടയ്ക്കലും അങ്ങനെയൊക്കെ ഒരുവിധം പരിപാടികളൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇനിയും കുറച്ചുകൂടി പണികളുണ്ട്. അതൊക്കെ ചെയ്തതിന് ശേഷം നാളെ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. എന്നപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ തീരെ നടക്കില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൂടെ സഹായത്തിന് ആൾക്കാരുണ്ടാകുമ്പം നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല.